നമസ്കാരം. തിരുത്തലുകൾ എവിടെ നിന്ന് തുടങ്ങണം, ആരിൽ നിന്ന് ആരംഭിക്കണം? ഇങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ മാത്രം തിരുത്തലുകളിലേക്ക് പോകുന്നതിന് പകരം പാർട്ടിക്കൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരു കേഡർ സ്വഭാവം എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു, തൊഴിലാളി പ്രസ്ഥാനം കൂടിയായിരുന്നു CPM എന്ന് പറയപ്പെടുന്നത്. ആ പാർട്ടിയെ തിരുത്തലുകളിൽ നിന്ന് തിരുത്തലുകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം പിണറായിക്ക് നൽകുന്നത് അത്തരത്തിൽ തിരുത്തലുകളിലേക്ക് പോവുക എന്നുള്ള സൂചനയാണ്. തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ മുഖ്യമന്ത്രി കസേര അടക്കം തെറിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അതായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്, ആ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ജില്ലാ കമ്മിറ്റി പറയുന്നത് ആര്യ രാജേന്ദ്രനും തിരുത്തപ്പെടേണ്ടതാണ്. KSRTCയുടെ ഡ്രൈവറുമായിട്ട് റോഡിലുണ്ടായിട്ടുള്ള തർക്കമുണ്ടല്ലോ, ആ തർക്കമടക്കം CPMന് തിരിച്ചടിയായി എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മേയർ ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിശക്തമായി വരുന്നു. ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായിട്ടുള്ള വിമർശനം അതും ശക്തമായിരുന്നു. ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. വിഷയം സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ കമ്മിറ്റിയെ അറിയിക്കുന്നുണ്ട്. പക്ഷേ മേയറെ മാറ്റണമെന്ന വികാരം CPMലെ ജില്ലാ ഘടകത്തിൽ ശക്തമാണ്. എന്നാൽ സംസ്ഥാന സമിതിയാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് കാത്തിരിക്കേണ്ടി വരും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP കൈവരിച്ച വളർച്ചയും CPM യോഗം പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത്. BJP വളർച്ച തടയാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുകൂടി യോഗം വിലയിരുത്തുന്നുണ്ട്. ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. ഇന്ന് മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി ഇന്ന് പരിശോധിക്കുകയാണ്. ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം നൽകാനുള്ള സാധ്യതയാണുള്ളത്. മേയർക്കെതിരായിട്ടുള്ള നീക്കം, ആ നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് CPM ജില്ലാ നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധി എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നുണ്ട്. തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച് BJP വളർച്ച എന്ന് പറയപ്പെടുന്നത് കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. ആറ്റിങ്ങലിലാവട്ടെ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാകട്ടെ വോട്ട് കണക്കിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി എന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ, ഈഴവ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായി എന്നുള്ളതും സർക്കാർ ജനങ്ങളുടേതാണ് എന്നുള്ള തോന്നൽ ഇല്ലാതായതും പരാജയത്തിന് കാരണമായി എന്നുള്ള വിമർശനം ഉയർന്നു കേൾക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടേറിയറ്റ് കൃത്യമായി വിമർശിച്ചിരിക്കുന്നു. നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയത ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP കളം പിടിക്കുമെന്നുള്ളതാണ് വിമർശനം. കാരണം നഗരസഭാ ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഒട്ടും തന്നെ ജനകീയമല്ല. റോഡ് പണിയിൽ അടക്കം ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് ആരും വിമർശിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ വിമർശനങ്ങൾ കുറിക്കൊള്ളുന്നത് അവിടേക്ക് തന്നെയാണ്. എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ സർക്കാരിനെതിരെ ഉയരാനുള്ള സാധ്യത ഉണ്ട് താനും. കാരണം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ CPM വിജയം പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ CPM ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള B. ജോയിയെ കോൺഗ്രസിലെ അടൂർ പ്രകാശ് കൃത്യമായി തോൽപ്പിക്കുകയാണ്. 3 ലക്ഷത്തിലധികം വോട്ടുകൾ ഇവിടെ BJP നേടുകയും ചെയ്തു എന്നുള്ള പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരത്ത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ മൂന്നാമതാകുകയും ഈ സാഹചര്യത്തിലാണ് വിശദമായിട്ടുള്ള അവലോകനം ഉണ്ടാകേണ്ടത്, എന്തുകൊണ്ട് BJPക്ക് ഇത്തരത്തിൽ വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ തിരുത്തപ്പെടേണ്ട വ്യക്തിയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ അവമതിപ്പുണ്ടാക്കുന്നതാണ്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി വോട്ടുകൾ കുറയുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല BJPയുടെ വളർച്ചയെ തള്ളിക്കളയുവാൻ CPMന് കഴിയുന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്താണെങ്കിലും ആറ്റിങ്ങലിലാണെങ്കിലും 3 ലക്ഷത്തിലധികം വോട്ടുകൾ കൈകാര്യം ചെയ്യുവാൻ, പിടിച്ചെടുക്കുവാൻ BJPക്ക് കഴിഞ്ഞുവെന്ന് വെച്ചാൽ അതിനർത്ഥം 7ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് BJP കുതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ആറ്റിങ്ങലിലും അത്തരത്തിൽ 7ഓളം മണ്ഡലങ്ങളിൽ കുതിപ്പുണ്ടാക്കിയിരിക്കുന്നു BJP. അങ്ങനെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെ BJPയുടെ പ്രകടനം എന്ന് പറയപ്പെടുന്ന വിലയിരുത്തിയാൽ വലിയ പ്രകടനത്തിലേക്ക് എത്തപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ ഇവിടങ്ങളിൽ 2ഓ 3ഓ സീറ്റുകൾ വരെ BJPക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഇനി ഇത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരാൻ പോകുന്നത്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കുവാൻ CPMും BJPയും തമ്മിലുള്ള പോരാട്ടമാണ് നടന്നിരുന്നത്. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവമതിപ്പുണ്ടാക്കിയ സാഹചര്യത്തിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ
ഇവിടെ തിരുവനന്തപുരം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുവാൻ വരേണ്ട മേയറായിട്ട് BJPയുടെ ഏതെങ്കിലും നേതാവ് എത്തുകയും ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങൾ ഈ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള CPMന്റെ നേതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഇനി തിരുവനന്തപുരത്തെക്കുറിച്ച് CPMന് വേണ്ട. കാരണം വലിയ വിജയത്തിലേക്ക് BJP എത്തുന്നു, അല്ലെങ്കിൽ BJPക്ക് കയറി ചെല്ലാൻ കഴിയും. അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉയർച്ച, ഒരു വളർച്ച ഉണ്ടാക്കുവാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. അത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടായി പ്രതിഫലിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ നഗരസഭയുടെ CPM ഭരണവും ഇതോടുകൂടി അവസാനിക്കും. അതിനുശേഷം എത്തുന്നത് BJPയുടെ ഭരണമായിരിക്കും. അതിനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഈ വരുന്ന ഇന്നത്തെ ജില്ലാ കമ്മിറ്റി കൂടി കഴിയുന്നത് കൂടി അതിൽ വളരെ കൃത്യമായി പറയാൻ കഴിയുന്നത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. രാജിവെച്ച് മാറി നിൽക്കുക എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം.